let's see the next method in plastic analysis. So we have seen problems in statical methods. So the other method, which is called kinematic method, how to apply kinematic method for beams. So let's see one simple problem. Determine the collapse load in the simply supported beam shown in figure. So this is our beam, simply supported beam, which is subjected to a single concentrated load W at a distance A from the left support and at a distance B from the right support. The total length of the beam is L. So let's see how to analyze this structure by kinematic method in plastic analysis. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക്കൽ മെത്തേഡിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഇൻഡിറ്റർമിനസി നമുക്കറിയാം 0 ആണ്. ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് വിത്ത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഈക്വൽ ടു 0. സോ ഫോർമേഷൻ ഓഫ് വൺ ഹിഞ്ച്, ഒറ്റൊരു ഹിഞ്ച് ഫോം ചെയ്താൽ തന്നെ ഈ സ്ട്രക്ചറിൽ ഒരു കൊളാപ്സ് മെക്കാനിസം ഫോം ആവും. ഇനി ആ കൊളാപ്സ് മെക്കാനിസം ഫോം ആവാൻ വേണ്ട ആ ഹിഞ്ച് ഏത് പോയിന്റിലാണ് ഉണ്ടാവാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അറ്റ് ദ ലോഡ് പോയിന്റ്. കാരണം അവിടെയാണ് നമുക്ക് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആയിട്ട് ഉള്ളത്. സോ അവിടെയാണ് നമ്മുടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഈ ഒരു സ്ട്രക്ചറിൽ ഫോം ആവാനുള്ളത്. സിൻസ് ബെൻഡിങ് മൊമെന്റ് ഇസ് മാക്സിമം അണ്ടർ ദ ലോഡ്, ഇന്റീരിയർ ഹിഞ്ച് വിൽ ബി അണ്ടർ ദ ലോഡ്. Collapse mechanism causes the virtual displacement delta under the load point. ഇനിയാണ് നമ്മുടെ ഈ മെത്തേഡിൽ, കൈനമാറ്റിക് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് പ്ലാസ്റ്റിക് മൊമെന്റ് അല്ലെങ്കിൽ കൊളാപ്സ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യാണ് കൊളാപ്സ് മെക്കാനിസം കോസസ് ദ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ അണ്ടർ ദ ലോഡ് പോയിന്റ്. അപ്പോൾ ഈ ലോഡ് പോയിന്റിൽ ഞാനിവിടെ ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ കാണിച്ചിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് ഹിഞ്ചാണ്. ഇത് ഇന്റേണൽ പ്ലാസ്റ്റിക് ഹിഞ്ചിന്റെ പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാത്രമാണ് നമുക്ക് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആയിട്ടുള്ളത്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഡെൽറ്റ എന്ന് പറയുന്ന വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഈ ലോഡിന്റെ അണ്ടറിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം റൊട്ടേഷൻ അറ്റ് എ എന്ന് പറയുന്നത് θ1, റൊട്ടേഷൻ അറ്റ് ബി എന്ന് പറയുന്നത് ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് θ2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് ആംഗിൾസ്, അതായത് സോ ദിസ് ആംഗിൾ ഇസ് ഓൾസോ θ1 and this angle is again it is θ2 as shown in this figure. So this is a figure which we are going to use for the analysis mainly. ഇവിടെ നമ്മുടെ ലോഡിൻ്റെ അണ്ടറിൽ ഡെൽറ്റ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് ഹിഞ്ചിന്റെ പൊസിഷൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ റൊട്ടേഷൻസ്, എയിലും ബിയിലുള്ള റൊട്ടേഷൻസ് θ1 θ2 ആണ്. അതേസമയത്ത് നമ്മുടെ ഹിഞ്ചിന്റെ അവിടെയുള്ള പ്ലാസ്റ്റിക് ഹിഞ്ചിന്റെ അവിടെയുള്ള റൊട്ടേഷൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ആംഗിൾസും അവിടെ കാണിക്കണം. Let θ1 and θ2 be the rotations of the portions AC and CB respectively. അപ്പോൾ ലോഡ് പോയിന്റിന് നമ്മൾ സി എന്ന് കൊടുത്തിട്ടുണ്ട്. സോ എ സി ആൻഡ് സി ബി എന്ന് പറയുന്ന രണ്ട് പോർഷൻസിൻ്റെ റൊട്ടേഷൻസ് ആണ് θ1 and θ2. സോ ദ റൊട്ടേഷൻ അണ്ടർ ദ ലോഡ് ഇസ് θ1 പ്ലസ് θ2. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ tan θ1 is equal to delta by A അല്ലേ, tan θ1 is equal to delta by A. Similarly tan θ2 is equal to delta by B, opposite by adjacent. So θ1 is ചെറിയ റൊട്ടേഷൻ ആണ്. θ1ന്റെ വാല്യൂ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് θ1 tan θ1 is equal to θ1 എന്ന് എടുക്കാം. So in that way θ1 is equal to delta by A and θ2 delta is equal to A θ1 and tan θ2 is equal to delta by B. Tan θ2 is equal to delta by B and θ2 is also small, so tan θ2 is equal to θ2 and θ2 is equal to delta by beta and delta is equal to B θ2. And we have to make a relation between θ1 and θ2. ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് അൺനോൺ ആക്കി വെക്കാൻ പറ്റുള്ളൂ. സോ A θ1 is equal to B θ2. ഡെൽറ്റേൻ്റെ വാല്യൂ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, so here we know that delta is equal to A θ1 and here delta is equal to B θ2. So A θ1 is equal to B θ2.
which implies theta 2 is equal to a by b into theta 1. അപ്പോൾ നമ്മൾ theta 2നെ ഇപ്പം theta 1ന്റെ ടേംസിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മളിവിടെ ഡെൽറ്റ theta 1 theta 2 ഈ മൂന്ന് ടേംസ് തമ്മിലുള്ള ഒരു റിലേഷൻ ഫോം ചെയ്തു. വെറും ട്രിഗ്നോമെട്രിക് റിലേഷൻസ് വെച്ചിട്ടാണ് തീറ്റ 1ഉം തീറ്റ 2ഉം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, അതുപോലെ ഡെൽറ്റയും ആംഗിൾസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ ഹിഞ്ച് ഫോം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഇന്റേണൽ വർക്ക്. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് ഏതർ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മൊമെൻറ്റ് ഇൻറ്റു റൊട്ടേഷൻ, അങ്ങനെയാണ്. നമുക്കിവിടെ റൊട്ടേഷൻ്റെ ടേംസിലാണ് നമ്മൾ ഇന്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത് ഡെൽറ്റേൻ്റെ ഫോമിലും ഇന്റേണൽ വർക്ക് എന്ന് പറയുന്നത് തീറ്റേൻ്റെ ഫോമിലുമാണ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ internal work done is equal to plastic moment into total rotation at the hinge. അപ്പം work done എന്ന് പറയുന്നത് നമുക്കറിയാം either it is force into displacement or moment into rotation. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആകുമ്പോൾ ഉള്ള വർക്ക് ഡൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മൊമെൻറ്റ് ഇൻറ്റു റൊട്ടേഷൻ ആണ് ചെയ്യുന്നത്. സോ നമുക്ക് ആകെ ഒരു ഹിഞ്ചാണ് ഫോം ആയിട്ടുള്ളത്. സോ അവിടെയുള്ള മൊമെൻറ്റ് ഇൻറ്റു അവിടെയുള്ള റൊട്ടേഷൻ. നമുക്കറിയാം നമുക്ക് ഹിഞ്ച് ഫോം ആയിട്ടുള്ളത് ലോഡിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അവിടെയുള്ള മൊമെൻറ്റ് എന്ന് പറയുന്നത് എം പി ആണ്, പ്ലാസ്റ്റിക് മൊമെൻ്റ് ആണ്. റൊട്ടേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ റൊട്ടേഷൻ. ഇവിടെ ഈ ഒരു പോയിന്റിൽ ലോഡിൻ്റെ പോയിന്റിലുള്ള ടോട്ടൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് തീറ്റ 1 പ്ലസ് തീറ്റ 2 ആണ്. സോ ദ ടോട്ടൽ ഇന്റേണൽ വർക്ക് ഡൺ ഇസ് എം പി ഇൻറ്റു തീറ്റ 1 പ്ലസ് തീറ്റ 2. സോ എം പി ഇൻറ്റു തീറ്റ 1 പ്ലസ് തീറ്റ 2ൽ നമ്മൾ തീറ്റ 2ന് പകരം നമ്മൾ തീറ്റ 1ൻ്റെ ടേംസിലേക്ക് മാറ്റിയ ടേം ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറയുന്നത്. സോ തീറ്റ 2 is equal to a by b into theta 1. So if you substitute that and take mp theta 1 outside, it is mp theta 1 into in bracket 1 plus a by b. So mp theta 1 into b plus a total divided by b. We know that b plus a is equal to L, total length ആണ്. So mp theta 1 into L by b, that is the internal work done. Internal work done നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. This is the internal work done, which is nothing but the moment into the total rotation. അടുത്തത് external work done ആണ്. External work done is nothing but load into displacement. So here plastic hinge form ആവണമെങ്കിൽ load must be equal to collapse load. So load into displacement, നമ്മൾ virtual displacement delta ആണ് എടുത്തിട്ടുള്ളത്. So collapse load into delta. And again നമ്മൾ തീറ്റ 1ൻ്റെ ടേംസിലാണ് ഇന്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ തീറ്റ 1ൻ്റെ ടേംസിലേക്ക് നമുക്ക് എക്സ്റ്റേണൽ വർക്ക് ഡണ്ണും മാറ്റണം. സോ ഓൾറെഡി നമ്മൾ ഡെൽറ്റ ഇസ് ഈക്വൽ ടു എ തീറ്റ 1 എന്ന് എഴുതിയിട്ടുണ്ട്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഹിയർ. സോ എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു കൊളാപ്സ് ലോഡ് ഇൻറ്റു എ തീറ്റ 1. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊളാപ്സ് ലോഡും. So internal work done must be equal to external work done. So WC into A theta 1 is equal to MP theta 1 into L by B. അപ്പോൾ നമ്മൾ തീറ്റ 1ൻ്റെ ടേംസിലാണ് ഇന്റേണൽ വർക്ക് ഡണ്ണും എക്സ്റ്റേണൽ വർക്ക് ഡണ്ണും എഴുതിയിട്ടുള്ളത്. സോ ഹിയർ നമുക്ക് തീറ്റ 1 will get cancelled. So collapse load WC is equal to L by AB into MP. അപ്പോൾ സിമ്പിൾ ആണ് കൊളാപ്സ് ലോഡിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുക ഡ്യൂ ടു ദ ഹിഞ്ച്, എക്സ്റ്റേണൽ വർക്ക് ഡൺ ഡ്യൂ ടു ദ ലോഡ്. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊളാപ്സ് ലോഡ് ഓർ പ്ലാസ്റ്റിക് മൊമെൻറ്റ് ഏതാണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് പ്രോബ്ലം ഇൻ ദിസ്. Determine the collapse load in a propped cantilever beam of span L subjected to central concentrated load. So this is our propped cantilever beam which is subjected to a central concentrated load. Propped cantilever നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, അടുത്ത എൻഡ് റോളർ ആണ്. അപ്പം ഇതിൽ സെൻറ്ററിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് W ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു ബീമിലാണ് നമ്മളിപ്പം കൊളാപ്സ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഈസ് 1. ഫോർ ദിസ് സ്ട്രക്ചർ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഈസ് 1. അതുകൊണ്ട് തന്നെ രണ്ട് ഹിഞ്ചസ് ഫോം ആയാലാണ് നമുക്കിവിടെ കൊളാപ്സ് മെക്കാനിസം ഡെവലപ്പ് ആവുന്നത്. അപ്പം ഒന്ന് ഒബ്വിയസ്ലി ഫിക്സ്ഡ് എൻഡിലും മറ്റേത്
അറ്റ് ദ ലോഡ് പോയിന്റിലുമാണ് നമുക്ക് ഹിഞ്ചസ് ഫോം ആവേണ്ടത്. പ്ലാസ്റ്റിക് ഹിഞ്ചസ് വിൽ ബി ഫോംഡ് അറ്റ് ദ ഫിക്സ്ഡ് എൻഡ് ആൻഡ് അറ്റ് ദ ലോഡ് പോയിന്റ്. അപ്പോൾ നമുക്ക് ലോഡ് പോയിന്റിൽ ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് ഡെൽറ്റ. സോ ദിസ് ഈസ് എ ഫിഗർ ഓഫ് ദ പ്ലാസ്റ്റിക് ഹിഞ്ച് ആൻഡ് ദ ഡിഫ്ലക്ഷൻ. ഇവിടെ നമുക്കറിയാം പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്തിട്ടുള്ളത് 2 പോയിന്റ്സിലാണ്. ഒന്ന് അറ്റ് ദ പോയിന്റ് എ വിച്ച് ഇസ് അറ്റ് ദ ഫിക്സ്ഡ് എൻഡ് ആൻഡ് അറ്റ് ദ ലോഡ് പോയിന്റ്. ലോഡ് പോയിന്റ് എവിടെയാണ്? അറ്റ് ഡിസ്റ്റൻസ് L/2. അതായത് സെൻറ്റർ ലോഡ് പോയിന്റിൻ്റെ അവിടെയാണ് ഡെൽറ്റ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് റൊട്ടേഷൻ, അതായത് നമ്മുടെ ലോഡ് പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ ഡെൽറ്റയാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് സിമെട്രിക് ആയതുകൊണ്ട് നമ്മുടെ റൊട്ടേഷൻ രണ്ടും സെയിം ആയിട്ടാണ്. തീറ്റ എന്ന് പറയുന്ന റൊട്ടേഷനാണ് നമുക്ക് എടുക്കുന്നത്. ഫിക്സ്ഡ് എൻഡിൽ ഹിഞ്ച് ഫോം ആയിട്ടുള്ളത് കൊണ്ട് അവിടെ ഒരു റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പോയിന്റ്സിലാണ് ഇന്റേണൽ ഹിഞ്ച് ഫോം ആയിട്ടുള്ളത്. ഒന്ന് ഫിക്സ്ഡ് എൻഡിലും മറ്റേത് നമ്മുടെ ലോഡ് പോയിന്റിലുമാണ്. അപ്പോൾ ഈ 2 പോയിന്റ്സിലുള്ള ഇന്റേണൽ വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം ടോട്ടൽ ഇന്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണം ബൈ ആഡിങ് ദീസ് 2 വർക്ക് ഡൺ വാല്യൂസ്. സോ ദ ഇന്റേണൽ വർക്ക് ഡൺ അറ്റ് ദ ഫിക്സ്ഡ് എൻഡ്, ഈ ഫിക്സ്ഡ് എൻഡിലുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് മൊമെന്റ് ഇൻറ്റു ദ റൊട്ടേഷൻ. സോ MP ഇൻറ്റു തീറ്റ. ഇവിടെ സ്ട്രക്ചർ സിമെട്രിക് ആയതുകൊണ്ട് തന്നെ, ലോഡ് സിമെട്രിക് ആയതുകൊണ്ട് തന്നെ 2 പോയിന്റിലുള്ള റൊട്ടേഷൻ സെയിം ആണ്. എയിലും ബിയിലുള്ള റൊട്ടേഷൻ സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ അത് തീറ്റ എന്നാണ് എടുത്തിട്ടുള്ളത്. സോ ഇന്റേണൽ വർക്ക് ഡൺ അറ്റ് ഫിക്സ്ഡ് എൻഡ് ഇസ് ഈക്വൽ ടു മൊമെന്റ് ഇൻറ്റു റൊട്ടേഷൻ വിച്ച് ഇസ് MP ഇൻറ്റു തീറ്റ ആൻഡ് ദ ഇന്റേണൽ വർക്ക് ഡൺ അറ്റ് ദ ലോഡ് പോയിന്റ്. ലോഡ് പോയിന്റിലുള്ള ഇന്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് മൊമെന്റ് ഇൻറ്റു ടോട്ടൽ റൊട്ടേഷൻ. So we know that the total rotation is theta plus theta. So MP into 2 theta, that is the total rotation. Total internal work done is equal to MP theta plus MP into theta plus theta. ഈ 2 വർക്ക് ഡൺ വാല്യൂസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇന്റേണൽ വർക്ക് ഡൺ കിട്ടുന്നത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 3 MP തീറ്റ. സോ നമ്മൾ ടോട്ടൽ ഇന്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എക്സ്റ്റേണൽ വർക്ക് ഡൺ ആണ്. എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഇറ്റ് ഇസ് കൊളാപ്സ് ലോഡ് ഇൻറ്റു ഡെൽറ്റ ആണ്. ഇവിടെ നമുക്ക് വേറെ ലോഡൊന്നുമില്ല. സോ WC ഇൻറ്റു ഡെൽറ്റ, കൊളാപ്സ് ലോഡ് ഇൻറ്റു ഡെൽറ്റ, ദാറ്റ് ഇസ് ദ എക്സ്റ്റേണൽ വർക്ക് ഡൺ. സോ ഹിയർ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ L/2. ഇവിടെ നമുക്ക് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ L/2 ആണ് using trigonometric relation. So നമ്മൾ internal work done MP theta 3 MP theta തീറ്റേൻ്റെ ടേംസിലാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ എക്സ്റ്റേണൽ വർക്ക് ഡണ്ണും നമ്മൾ തീറ്റേൻ്റെ ടേംസിലേക്ക് മാറ്റാൻ പോവുകയാണ്. സോ ഹിയർ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ L/2. ആസ് തീറ്റ ഇസ് എ സ്മോൾ ആംഗിൾ, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ ആൻഡ് തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ L/2 ആൻഡ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു L/2 ഇൻറ്റു theta. So external work done is equal to collapse load into delta. So instead of delta we can substitute L/2 into theta. ഇപ്പോൾ internal work doneും external work doneും ആംഗിളിൻ്റെ ടേംസിലേക്ക്, റൊട്ടേഷൻ്റെ ടേംസിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. So now let's equate the internal work done with the external work done. So internal work done is equal to external work done. So 3 MP theta is equal to WC into L/2 into theta, which implies WC is equal to 6 MP by L. Theta ഇവിടെ ക്യാൻസൽ ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീറ്റേൻ്റെ ടേംസിലേക്ക് മാറ്റുന്നത്. ക്വസ്റ്റ്യനിൽ നമുക്ക് കൊളാപ്സ് ലോഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് WC. പ്ലാസ്റ്റിക് മൊമെൻ്റ് ആണെങ്കിൽ ഇവിടെ MP is equal to L into WC by 6 എന്ന് കിട്ടും. So according to the question you can change it. So ഇത്രയും സിമ്പിൾ ആണ്. Internal work done which is MP into or plastic moment into the rotation, it is a internal work done. External work done is nothing but the load into the displacement. So after calculating these two we can equate and find out the WC or the collapse load.